നമസ്കാരം. നിങ്ങൾ കോട്ടയം ജില്ലയിലെ ഒരു വീട് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വീട് ഞാനിന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് കോട്ടയം ജില്ലയിലെ പായിപ്പാടിനടുത്താണ്. അപ്പോൾ അത് നിർമ്മിച്ച അതിൻ്റെ ബിൽഡർ നമ്മോടൊപ്പം ഉണ്ട്, മൈത്തർ കൺസ്ട്രക്ഷൻ്റെ MD. നമസ്കാരം. നമസ്കാരം. എങ്ങനെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് രതീഷ്. മൈത്രി കൺസ്ട്രക്ഷൻ. പിന്നെ വൈഫ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇന്റീരിയലും അക്കൗണ്ട്സും എല്ലാം ചെയ്യുന്ന ഇദ്ദേഹം തന്നെയാണ്. ഓക്കെ ഓക്കെ. നമുക്കിപ്പോൾ ഈ വീട് ശരിക്കും ലൊക്കേഷൻ എവിടെയാണ്? ഇത് ലൊക്കേഷൻ നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ പായിപ്പാട് വെള്ളാപ്പള്ളി എന്ന് പറയും കറക്റ്റ് സ്പോട്ട്. കറക്റ്റ് വെള്ളാപ്പള്ളി. ഇവിടുന്ന് നമുക്ക് ഏകദേശം തിരുവല്ല വരുന്നത് 4 കിലോമീറ്റർ, ചങ്ങനാശ്ശേരി 5 കിലോമീറ്റർ, പിന്നെ കറിയച്ചാൽ 7 കിലോമീറ്റർ, പിന്നെ ബിലീവേഴ്സ് ഹോസ്പിറ്റൽ നമുക്ക് ജസ്റ്റ് 2 കിലോമീറ്റർ, ചോയ്സ് സ്കൂൾ വരുന്നത് 1.5 കിലോമീറ്റർ. ഓക്കെ, എല്ലാം കൊണ്ടും നല്ലൊരു പ്രൈം ലൊക്കേഷനാണ്. എല്ലാ സൗകര്യങ്ങളുണ്ട്, സൂപ്പർ മാർക്കറ്റ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് പിന്നെ അടുത്തറിയേണ്ടത് എത്ര സെന്റ് പ്ലോട്ടാണ്, എത്ര സ്ക്വയർ ഫീറ്റ്, എത്ര ബെഡ്റൂം ആണ്? നമുക്ക് 5 സെന്റ് പ്ലോട്ട്, 5 സെന്റ് പ്ലോട്ട്, 1450 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ള വീടാണ്. ഓക്കെ, ഓപ്പൺ കിച്ചൺ ഉണ്ട്. ഹൈലൈറ്റ്. ഓക്കെ, അപ്പം ഈ സമീപ പ്രദേശങ്ങളിലുള്ള ആർക്കെങ്കിലും വീട് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീട് നോക്കാവുന്നതാണ് അല്ലേ? ഉറപ്പായിട്ടും. നമുക്ക് അതിന്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് അതിന്റെ ബഡ്ജറ്റും കൂടെ ഒന്ന് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് നോക്കാം. ബഡ്ജറ്റ് വരുന്നത് ഏകദേശം നമുക്ക് 55 ലക്ഷമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരു വിൽക്കാനുള്ള വീടല്ല, അതിനകത്ത് അൾട്ടിമേറ്റ് അതാണ്. കാരണം ഞാനും എന്റെ വൈഫും കൂടെ എന്നാ പറയണ്ടത്, നമ്മൾ സ്വപ്നം കാണുമല്ലോ, സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി വെച്ച് അത് ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ആരാണോ അവർക്കത് ജെന്യുവൻ ആയിട്ട് ഉപകാരപ്പെടണം. ലാഭമല്ല, നമുക്കൊരു പാഷനാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടല്ലേ? കേരളത്തിലെ രജിസ്റ്റേർഡ് കമ്പനിയാണ് മൈത്ര കൺസ്ട്രക്ഷൻ. നമ്മൾ വില്ലാസ് ചെയ്യുന്നുണ്ട്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ട്, ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് നിങ്ങൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഇതുപോലെ വീടുകൾ? 3 ചെയ്തിട്ടുണ്ട്. ഒന്ന് UK മേടിച്ചിരിക്കുന്നത്, ഒന്ന് അബുദാബി. അവരോട് വേണമെങ്കിൽ നമുക്ക് എൻക്വയറി ചെയ്യാം, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ തരാം. ഇപ്പോഴും നല്ല ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നു. നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് വെച്ച് നല്ല രീതിയിൽ ചെയ്ത ഞങ്ങളുടെ ആ പാഷൻ ഞങ്ങളുടെ ആ വർക്കിനകത്ത് ഞങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. എല്ലാ മെറ്റീരിയൽസിലും മുഴുവനും ഞങ്ങളുടെ ആ പാഷൻ ഇൻക്ലൂഡ് ചെയ്താണ്. കാരണം വരുന്നത് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടാണ്. ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയ തന്നെ ഉള്ളതാണ്. ഞങ്ങളുടെ രജിസ്റ്റേർഡ് ഞങ്ങളുടെ ഓഫീസും ഇവിടെ അടുത്ത് തന്നെയാണ്. എന്നോട് ആദ്യം പറഞ്ഞു നമ്മുടെ വീടിന്റെ അതേ എലിവേഷനിലും ആ കോപ്പിയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതിൽ വരെ നമ്മൾ പുട്ടിയിട്ട് ഫിനിഷ് ചെയ്താ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നല്ല മെറ്റീരിയൽ ഇട്ട് നല്ല രീതിയിലുള്ള വർക്ക്. ശരി. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളൊന്ന് കണ്ട് നോക്കാം, എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പം ഗേറ്റ് തൊട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇതെന്ത് മെറ്റീരിയലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്? ഇപ്പം GI പൈപ്പാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് 1 മീറ്ററിന്റെ ബൈക്കൊക്കെ ആക്സസ് ഉള്ള ഗേറ്റ് ആണ്. പിന്നെ കാർ പാർക്കിംഗ് നമുക്ക് തൊട്ടപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടുന്ന് കാർ പാർക്കിംഗ് അൾട്ടിമേറ്റ് ആണ്. നമ്മൾ 5 സെന്റിനകത്ത് 3 കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. സ്പേസ് ഉണ്ടല്ലേ? ഓക്കെ, അത് നല്ല മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. വാസ്തു കൺസിഡർ ചെയ്ത് വിക്കറ്റ് ഗേറ്റ് മെയിൻ ഡോറിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വാസ്തുപ്രകാരമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ. മുറ്റത്തോട്ട് വന്നാൽ ഈ മിനിമം ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് മിനിമം രീതിയിൽ ഉള്ള സ്ഥലത്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അല്ലേ? പെബിൾസ് ഇട്ടിട്ടുണ്ട്. ഇത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് എന്താ ചെയ്തിരിക്കുന്നത്? ഇത് ബാംഗ്ലൂർ സ്റ്റോൺ തന്നെ. സൈസ് പറയുന്നത് 1/2 ചെയ്തിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് സിമെന്റ് വെച്ച് പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ ഗ്രാസ് വെക്കണം, അപ്പൊ ഫൈനലായിട്ട് ചെയ്യാവുന്ന രീതിയിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഒരു മേടിക്കുന്ന ആളുടെ ഒരു ടേസ്റ്റും കൂടെ നോക്കിയിട്ട് ലാസ്റ്റ് ഫിനിഷ് ചെയ്താനായിട്ട് കൊടുക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലോട്ട് വന്നാൽ ഇതിപ്പം ഒരു ഓപ്പൺ ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ്. ഇത് എന്ത് ഗ്രാനൈറ്റാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഡബിൾ മോൾഡിങ് ചെയ്തിരിക്കുന്നു. അകത്തേക്ക് വന്നാൽ ഇപ്പൊ ഫ്രണ്ട് ഡോറ് ഇത് എന്താ വുഡ് അല്ലേ? തേക്ക അല്ലേ? തേക്കില് പോളിഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. കുറച്ചുകൂടെ ഫൈനൽ കോട്ടിംഗ് ചെയ്യാനുണ്ട്. ഓക്കെ, ഫ്രെയിം ഒക്കെ ഒരു ഫുൾ വിട്ടില്ല 9 ഇഞ്ച് വീതിയിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ. ഇനി ഈ 2 സൈഡില് ഫ്രഞ്ച് വിൻഡോ സിംഗിൾ പാളി അതും തേക്ക് തന്നെ അല്ലേ? ഫ്രെയിമും ഷട്ടറും തേക്കാം. ഓക്കെ. ഇനി അകത്തോട്ട് കയറി വരുമ്പോ തന്നെ ലിവിംഗ് റൂം അല്ലേ? ഇതിപ്പോ എന്ത് 4 ടൈലായിരുന്നു അപ്പോക്സി പോയിന്റിങ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ ഡൈനിങ് ഇതിന് ഓപ്പോസിറ്റാ. ഓക്കെ, ഓപ്പൺ കിച്ചണും വരണം. ഓക്കെ, അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ 2 സൈഡിലാണ് 2 ബെഡ്റൂം അല്ലേ? താഴെ 2 ബെഡ്റൂമാണ്. 2 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഓക്കെ, ലിവിംഗിൽ ഇതിപ്പോ നമ്മള് പ്ലെയിൻ ആയിട്ട് ഇട്ടിരിക്കുക അല്ലേ? ഇവിടെ എന്തെങ്കിലും TV യൂണിറ്റ് കൊടുക്കണം. അവരുടെയും കൂടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാനായിട്ട്. ഓക്കെ. ഇനി അകത്തേക്ക് വന്നാൽ ഈ ബെഡ്റൂമിലേക്ക് വന്നാൽ ഇതിപ്പോ ഈ സൈഡില് ഒരു റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂമാണ്. ഇതിന്റെ ഡോറൊക്കെ എന്ത് മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത്? ഇത് മെംബ്രെയിൻ ഡോർസ് ചെയ്തിരിക്കുന്നത്. മെംബ്രെയിൻ ഡോർസ് ഫ്ലാറ്റിനൊക്കെ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള മെംബ്രെയിൻ ഡോർസ്. ഓക്കെ, ക്വാളിറ്റി ഉള്ള ഡോർ തന്നെ, ട്രീറ്റഡ് വുഡിലായിരിക്കണം. ഓക്കെ. ഇതിപ്പോ ഫസ്റ്റ് ബെഡ്റൂം. ഇതെന്ത് സൈസ് ആണ് ബെഡ്റൂം? സൈസ് നമുക്ക് 12-13 സൈസ് അല്ലേ? ഇവിടെ ഒരു 3 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പാളി അല്ലേ? ഇത് സ്ക്വയർ പൈപ്പാ കൊടുത്തിരിക്കുന്നത്. ഇത് 5 തടി അല്ലേ?
ഓക്കെ, ബാക്കി ഫ്രണ്ടില് മാത്രമാണ് തേക്ക് വന്നേക്കുന്നത്, ബാക്കിയെല്ലാം ആഞ്ഞിലി വുഡാണ് ചെയ്തേക്കുന്നത്. അതെ. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഈ ടോയ്ലറ്റിന്റെ ഡോറ് ഫൈബർ ഡോർ അല്ലേ? ഫൈബർ ഡോർ, അത് പ്രീമിയം വില്ലാസിന് വെക്കുന്ന ഡോർസ് ആണ്. 10,000 മുകളിൽ വില വരുന്നതാണ്. നമുക്ക് മനസ്സിലാവും 10,000 മുകളിൽ വില വരുന്നതാണ്. ഒരു വുഡൻ ഫിനിഷ് ആണ് അല്ലേ? ഗ്രൂപ്പ് കൊടുത്ത് ഭംഗിയാക്കിയിട്ട്. ഓക്കെ. എല്ലാ തീമും അങ്ങനെ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ഷെയ്ഡ് പ്ലസ് ഒരു വുഡൻ ഫിനിഷ് വരുന്നത് എല്ലാം അങ്ങനെ. ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റിലേക്ക് വന്നാൽ ഇത് വലിയ ടൈല് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? 4x12 ആണ്. അത് ഡിസൈൻ കൊടുത്ത് നമ്മൾ ചെയ്തിരിക്കുക. ഓക്കെ, അതിന് കളർ മാച്ചിങ് വരുന്ന രീതിയിൽ ഡാർക്ക് ഒരു ലൈറ്റ് കോമ്പിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ. ഇപ്പൊ ക്ലോസറ്റ്, വാഷ് ബേസിന് അതൊക്കെ ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെ, ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെ. ഓക്കെ ഓക്കെ. ഇപ്പം വെറ്റ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഡ്രൈ ഏരിയ അങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ചെറിയൊരു ടോയ്ലറ്റ് ആണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ രണ്ടാമത്തെ ബെഡ്റൂം അല്ലേ? ഇത് കുറച്ചും കൂടെ ചെറിയ സൈസ് ആണെന്ന് തോന്നുന്നു അല്ലേ? 100 സ്ക്വയർ ഫീറ്റ്, 105 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഓക്കെ. ഒരു കിഡ്സ് റൂമിനൊക്കെ പറ്റിയ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയ ടോയ്ലറ്റും ഇതിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് അല്ലേ? ഇതിന് വേറൊരു പാറ്റേൺ ഡോറാണ് അല്ലേ? കളർ ലൈറ്റും ഡാർക്കും കൂടെ ഉള്ള ഒരു കളർ കോമ്പിനേഷൻ. ഓക്കെ. ഇതിലും പക്ഷെ നമ്മള് ക്ലോസറ്റ്, വാഷ് ബേസിൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലേ? ചെറിയ ടോയ്ലറ്റ് ആണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് വന്നു. ടൈല് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ലിവിംഗിൽ നിന്ന് നേരെ ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. ഈ റൈറ്റ് സൈഡിൽ ഡൈനിങ് അല്ലേ? ഓക്കെ. ഡൈനിങ്ങിനോട് ചേർന്ന് ഇവിടെ ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. GI പൈപ്പ് കൊണ്ട് ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്രാനൈറ്റ് ആണ് അല്ലേ? ലപ്പോത്ര ഗ്രാനൈറ്റ് സ്റ്റെപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് നേരെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടെ കിച്ചൺ, ഓപ്പൺ കിച്ചൺ ആണ്. അപ്പൊ കിച്ചന്റെ കാര്യങ്ങൾ കൂടുതൽ ലേഡീസ് പറയുന്നതായിരിക്കും നല്ലത്. എങ്ങനെയാണ് കിച്ചൺ എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? കിച്ചൺ ഡിസൈൻ ചെയ്ത് ഡൈനിങ്ങുമായിട്ട് തൊട്ട് ആക്സസ് തന്നെ കൊടുത്തു. അതായത് കൺവീനിയന്റ് ആയിട്ട് തന്നെ കൊടുക്കുന്ന രീതിയിൽ കൊടുത്തു. ഇവിടെ നിങ്ങോട്ട് സെർവ് ചെയ്യാവുന്ന രീതിയിൽ. ഇതൊരു കൗണ്ടർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കിച്ചൺ ടോപ്പ് ഗ്രാനൈറ്റ് കൊടുത്ത പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഗ്രാനൈറ്റിൽ ചെയ്ത് സെർവിങ് ഇങ്ങോട്ട് അത്യാവശ്യം കിഡ്സിനൊക്കെ സെർവ് ചെയ്യാം. പിന്നെ കിച്ചൺ UV ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. UV ബോർഡാണ് അല്ലേ? ഓക്കെ. ഇന്റീരിയർ എല്ലാം ചെയ്തിട്ടുണ്ട്, കബോർഡ് വർക്ക് തന്നെ ചെയ്തിരിക്കുന്നതാ. അതെ, അത്യാവശ്യം കട്ട്ലറി ആക്സസ്, കപ്പ് ആൻഡ് സോസ്, താലി റാക്ക്, അങ്ങനെ മെയിൻ ആക്സസറീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് തന്നെയാണ്. ബാസ്ക്കറ്റുകളൊക്കെ പ്രൊവൈഡ് കൊടുത്തിരിക്കുന്നു. ഈ കളറും ആ മാച്ചിങ് ആവുന്ന രീതിയിലല്ലേ? വീടിന്റെ ആ ഒരു ഇന്റീരിയറിന്റെ മാച്ചിങ് തന്നെ ലൈറ്റ് വിത്ത് ഒരു ഡാർക്ക് വുഡൻ ഷെയ്ഡ് ആയിട്ടാണ് ഫിനിഷിംഗ്. ഇത് വുഡൻ, മേളില് ലൈറ്റ് കളറുമാണ് അല്ലേ? ഓക്കെ. മേളിലും എല്ലാം കബോർഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വാസ്തുപ്രകാരം തന്നെ കിഴക്കോട്ട് കുക്ക് ചെയ്യുന്ന രീതിയിൽ ഗ്യാസിനുള്ള ഇതിലും വാസ്തു എല്ലാം നോക്കിയിട്ടുണ്ടല്ലേ? കുക്കിംഗ് റേഞ്ചിനുള്ള സോക്കറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ സിങ്ക് ആണ് ഇതിനകത്ത് ഒരു ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ലേഡീസിന് കൺവീനിയന്റ് ആവുന്ന രീതിയിൽ ഒരു പ്രീമിയം സിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ രീതിയിലും ആക്സസ് ചെയ്യാവുന്ന, ചൂടുവെള്ളം തണുത്തുവെള്ളം എല്ലാം ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ നല്ല കൺവീനിയന്റ് ആയിട്ട്. പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു കൂടെ ഒരു സ്റ്റോറേജ് സ്പേസ്, ഫ്രിഡ്ജിനുള്ള ഒരു സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ഒരു 2 വാളി വിൻഡോ ഉണ്ട്, ഇവിടെ 3 വാളി ജനലുണ്ട് അല്ലേ? ഓക്കെ. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഇവിടെ ഡോറും കൊടുത്തു. അതും നമുക്കൊരു ഹാഫ് ഡോർ കൊടുത്തപ്പോൾ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ കൊടുത്തു. നമ്മൾ നേരെ അപ്സ്റ്റെയറിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ലിവിംഗ് ഏരിയ ആണ് അല്ലേ? ഫാമിലി ലിവിംഗ് ആയിട്ട്. അതുകൂടാതെ ഇവിടെ ലൈറ്റ് കിട്ടാനായിട്ട് ഒരു വെർട്ടിക്കൽ പെർഗോളാസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഗ്ലാസ് ഇട്ടേക്കോ അല്ലേ? ഓക്കെ. 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇവിടുന്ന് നേരെ ലിവിംഗിലേക്ക്, ഫാമിലി ലിവിംഗ്. ഓക്കെ. ഇവിടെ TV പോയിന്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഏകദേശം ബെഡ്റൂം തന്നെ നമുക്ക് 150 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്ന ഏകദേശം 80 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം അല്ലേ മേളില്? ഒരു ബെഡ്റൂം. ഇത് വലിയൊരു ബെഡ്റൂം അല്ലേ? വലിയ ബെഡ്റൂം. ഓക്കെ. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട് അല്ലേ? ഇവിടെ ബാൽക്കണി. ഇവിടെ ഹാൻഡ് റെയിൽസ്, ഗ്ലാസ് ഹാൻഡ് റെയിൽസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ വിത്ത് ഗ്ലാസ് അല്ലേ? ഓക്കെ. ഇവിടെ നിന്ന് ഒരു നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു സ്പേസ് ആണ് അല്ലേ? സെയിം ഏരിയ തന്നെ, കുറച്ചും കൂടെ വലുതായിട്ട് ചെയ്തിരിക്കുന്നത്. താഴത്തതിനെക്കാട്ടി കുറച്ചും കൂടെ വ്യത്യാസമാണ്. ഓക്കെ. ഇതിന്റെ ഡോറും ഒക്കെ ഇത് ആഞ്ഞിലി പ്ലാവ് ആണല്ലോ. നമ്മൾ ഫ്ലാറ്റിന് കൊടുക്കുന്ന ടൈപ്പ് മെമ്മറൈൻ ഡോർ ആണ് ഇവിടെ. മെമ്മറൈൻ ഡോർ. ഇത് ബെഡ്റൂമിന് കോസ്റ്റ്ലി ആണ്. കാരണം പല ആൾക്കാർക്ക് ഈ മഴ പെയ്യുമ്പോഴുണ്ടല്ലോ അത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിനാകുമ്പോ അങ്ങനെ പ്രശ്നമില്ല, നിന്നോളൂ. ട്രീറ്റഡ് വുഡ്. ഓക്കെ ഓക്കെ. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഉണ്ട് അല്ലേ? വലിയ ടോയ്ലറ്റ് അല്ലേ? ഓക്കെ ഓക്കെ. ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഏരിയ കൂടുതലുള്ളതുകൊണ്ട് വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ടൈല് താഴത്തെ സെയിം ടൈലാണോ? വ്യത്യാസം സെയിം ടൈലാണ് അല്ലേ? എല്ലാം 4x2.
ഓക്കെ ഓക്കെ, ഇത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാൽക്കണി ബെഡ്റൂം കൂടാതെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ടെറസും കൂടെ ഉണ്ടല്ലേ, മേളിലേക്ക് കയറാനുള്ള സൗകര്യം. ഇപ്പൊ വാട്ടർ ടാങ്ക് കാര്യങ്ങളെല്ലാം മേളിലായിരിക്കും. അതിനുള്ള സ്പേസ് ഉണ്ടല്ലോ. ഇപ്പൊ മൊത്തം 3 ബെഡ്റൂമാണ്. ഓക്കെ, നമ്മൾ ഈ വീടിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്തു. അപ്പൊ നമുക്ക് ഫൈനലായിട്ട് എന്താണ് നിങ്ങളുടെ ഒരു പ്രൊജക്ടിനെ പറ്റിയും നിങ്ങളുടെ വർക്കിനെ പറ്റിയും പറയാനുള്ളത്? ഇതിപ്പോ നമ്മുടെ ഫൈനലായിട്ട് കൊടുക്കാനുള്ള വില്ല ഇതാണ്. കൂടാതെ മൈത്ര കൺസ്ട്രക്ഷൻ തന്നെ 3 വില്ലയാണ് അറ്റ് എ ടൈം നടക്കുന്നത്. അതെവിടെയൊക്കെയാണ്? നമുക്ക് ജസ്റ്റ് ചാഞ്ഞോടി എന്ന് പറയും, ഇവിടെ അടുത്ത് തന്നെ. 1000 സ്ക്വയർ ഫീറ്റിനകത്ത് ഉള്ള വീടുകൾ. എനിക്ക് തോന്നുന്നു 6 സെന്റ് 7 സെന്റ് 5.5 സെന്റ് അങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ സാധാരണപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീട്. ഏകദേശം 39 lakhs ആണ് വരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല വീട്, 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ഉള്ള വീടാണ് ചെയ്തത്. 3 ബെഡ്റൂം ഉണ്ടല്ലേ? അതെ, 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിട്ടാണ് തന്നെ ചെയ്തത്. 39 lakhs. എക്കണോമിക്കലായിട്ട് നമുക്ക് ഇത്രയും ആക്സസ് ഉള്ള ഒരു ഏരിയയിൽ ഏറ്റവും എക്കണോമിക്കലായിട്ട് ബഡ്ജറ്റ് പറഞ്ഞു തന്നെയാണ് നമ്മൾ അതിന്റെ കൺസ്ട്രക്ഷൻ കറക്റ്റ് ആ ഒരു ബഡ്ജറ്റിൽ എക്കണോമിക്കലായിട്ട് എല്ലാ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു 5 സെന്റില് 6 സെന്റില് അങ്ങനെ ചിലർക്ക് പ്ലോട്ട് ഇച്ചിരി സൈസ് വേണം എന്നുള്ളവർക്ക് ഓപ്ഷനിൽ തന്നെ ചെയ്തിരിക്കും. അത് ഈ പറഞ്ഞ പോലെ നമുക്കൊരു പാഷനായിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞ ഒരു ക്യൂട്ട് വീട് ആർക്ക് കണ്ടാലും ഇപ്പൊ ഈ വീട് കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഇത് എന്റെ വീടിന്റെ സെയിം ഒരു കോപ്പി നിങ്ങൾ വരുന്ന വഴിക്ക് തന്നെ എന്റെ വീട് കണ്ടിരുന്നല്ലോ. അതുപോലെ തന്നെ നമുക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എല്ലാരും ഈ വീടെന്ന് പറയുമ്പോൾ തന്നെ ആദ്യം എല്ലാവർക്കും അറിയേണ്ടത് വഴി സൗകര്യം, വണ്ടി വരുമോ, പിന്നെ വെള്ളം കയറുമോ എന്നുള്ളത് പ്രശ്നം. ഇത് രണ്ടും നമുക്ക് ഇതിനകത്ത് വരുന്ന കാര്യമാണ്. വെള്ളത്തിന്റെ ഒരു യാതൊരു പ്രശ്നവും വരത്തില്ല. പിന്നെ 2018 ഫ്ലഡ് ആണല്ലോ നമുക്ക് ഏറ്റവും വിചാരിക്കാത്തടത്ത് വരെ കയറിയത്. ആ സമയത്ത് പോലും ഒരു പ്രശ്നങ്ങളും ഇവിടെ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത വഴി കൂടെ വെള്ളം ഒഴുകി പോകുന്നത് എന്നുള്ളത് അപ്പുറത്തോട്ട് ഒരു വെള്ളത്തിന്റെ ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. പിന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്നത് 5 റോഡുണ്ട് നമുക്ക് ഇവിടെ. തിരുവല്ല, കറുകച്ചാല്, ചങ്ങനാശ്ശേരി, ഇത് എല്ലാം നമുക്കൊരു 5 minutes ഡ്രൈവ് മതി. ശരിക്കും ബിലിവേഴ്സ് ഹോസ്പിറ്റല്, ചോയ്സ് സ്കൂള് എല്ലാം തന്നെ അടുത്ത് തന്നെ. ബിലിവേഴ്സ് എനിക്ക് വന്നത് 2.5 കിലോമീറ്റർ. ശരിക്കും ഇത് കോട്ടയം ജില്ല എന്ന് പറഞ്ഞാലും ബോർഡർ ആണ്. ശരിക്കും പത്തനംതിട്ടയുടെയും കോട്ടയത്തിന്റെ ഒരു ബോർഡർ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഈ ലൊക്കേഷനിലോ ഇതിന്റെ സമീപപ്രദേശങ്ങളിലോ ഒക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും വീട് വേണമെന്നുള്ളവർക്ക് ഇവരെ തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത ഈ വീട് നിങ്ങൾക്ക് കണ്ട് ഉപകാരപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യുക. നമ്പർ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.